ഭാര്യയുമായി ചെറിയ പിണക്കമുണ്ടായി. ആ പിണക്കത്തിൽ ഭർത്താവ് ഗൾഫിലാണ്, കേരളത്തിലുള്ള നാട്ടിലുള്ള ഭാര്യയുമായിട്ടാണ് സംസാരം. അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് സംസാരമല്ലാതെ കൂടി തമ്മിൽ വളരെ രൂക്ഷമായി. ഇതിനിടയ്ക്ക് ഭർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ നിന്നെ ഒഴിവാക്കുകയാണ്, നിന്നെ 3 തൊലാഖ് ഞാൻ ചൊല്ലി ഒഴിവാക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തിനിടയിൽ പണ്ടൊക്കെ നേരിൽ പറയണം അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുകയാണ്, നിന്നെ ഞാൻ 3 തൊലാഖും ചൊല്ലി എന്നുള്ളത്. എന്താണ് മതവിധി? ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഇനി തുടരാൻ കഴിയുമോ? ദേഷ്യത്തിനാണ് ചെയ്തതിന് ശേഷമുള്ള ഉൾവിളിയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നിന്നെ ഞാൻ 3 തൊലാഖും ചൊല്ലി എന്ന് ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ 3 തൊലാഖും സംഭവിക്കും. ഇതാണ് ശറഇന്റെ നിയമം. പക്ഷേ നേരിട്ട് പറയണമെന്നില്ല. അവൻ്റെ വായിൽ നിന്ന് തൻ്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ മതി. അതിന് സാക്ഷികൾ പോലും നിർബന്ധമില്ല. വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു, അവളുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു എന്ന് രക്ഷിതാവും വരനും തമ്മിൽ പറയുന്നത് 2 സാക്ഷികളുടെ സമക്ഷത്തിലാകണം. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞാൽ തന്നെ നിക്കാഹ് സാധുവാകുകയില്ല. 2 സാക്ഷികൾ വേണം. എന്നാൽ ഈ വിവാഹം മോചനത്തിന് വേണ്ടിയാണ് എങ്കിൽ, എന്നാൽ ഈ വിവാഹത്തിൻ്റെ മോചനത്തിന് 2 സാക്ഷികളുടെ ആവശ്യമില്ല. അവൾ പോലും അവിടെ ആവശ്യമില്ല. അവൾ കേൾക്കേണ്ട ആവശ്യവുമില്ല. അവനൊരു റൂമിലിരുന്ന് ആരും കേൾക്കാതെ ഒറ്റക്ക് ഈ വാക്ക് പറഞ്ഞാൽ തന്നെ വിവാഹമോചനം സംഭവിക്കുന്നതാണ്. അതിനാൽ ഇൻസ്റ്റാഗ്രാമിൽ വിട്ടത് വോയിസ് മെസ്സേജാണോ ടെക്സ്റ്റ് മെസ്സേജാണോ ഇത് നാം പരിശോധിക്കണം. ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം അത് കിതാബത്ത്, എഴുത്ത് ആണ്. എഴുത്ത് ഈ വാചകം പറഞ്ഞാൽ തന്നെ അവൻ്റെ മനസ്സിൽ ഇതൊരു പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, വിവാഹമോചനം തന്നെ, തൊലാഖ് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിലാണെങ്കിൽ അതുകൊണ്ട് തൊലാഖ് സംഭവിക്കും. എന്നുവെച്ചാൽ നിയ്യത്ത് വേണം. എന്നുവെച്ചാൽ തൊലാഖ് ചൊല്ലുന്നതിന് 2 രൂപമുണ്ട്. ഒന്ന് സ്വരീഹായ വചനം, മറ്റൊന്ന് കിനായിയായ വചനം. സ്വരീഹായ വാചകം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ആ വാചകം പറഞ്ഞാൽ തന്നെ തൊലാഖ് സംഭവിക്കും. പിന്നെ അവൻ്റെ മനസ്സിൽ വേറെ കരുത്തുണ്ടാകേണ്ട ആവശ്യമില്ല. അത് തമാശയിൽ പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ സ്നേഹത്തിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് തൊലാഖ് സംഭവിക്കും. നേരെ മറിച്ച് കിനായിയായ പദം എന്ന് പറഞ്ഞാൽ അത് നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞു. ഒഴിവാക്കൽ വിവാഹമോചനം എന്ന രൂപത്തിലുള്ള ഒഴിവാക്കലാകണമെന്നില്ല. എന്നോടുള്ള സ്നേഹം ഒഴിവാക്കി എന്നാകാം, ഇതുവരെയുള്ള അടുത്ത ബന്ധം ഞാൻ ഒഴിവാക്കി എന്നാകാം. അങ്ങനെ പല അർത്ഥത്തിനും സാധ്യതയുള്ളതായതിനാൽ ഞാൻ നിന്നെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഞാൻ വിവാഹമോചനം ആണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലയിലാണ് അവൻ പറഞ്ഞത് എങ്കിൽ അതുകൊണ്ട് തൊലാഖ് സംഭവിക്കും, അല്ലെങ്കിൽ തൊലാഖ് സംഭവിക്കില്ല. ഇതിൻ്റെ ഇനത്തിലാണ് എഴുത്തിനെ എണ്ണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വിട്ടത് എങ്കിൽ വിവാഹത്തിൽ നിന്ന് മോചിപ്പിക്കുക, തൊലാഖ് ചൊല്ലുക എന്ന നെയ്യത്തോടു കൂടെ കരുത്തോടു കൂടെയാണ് അവൻ അത് വിട്ടത് എങ്കിൽ തൊലാഖ് 3 സംഭവിക്കും. അല്ലെങ്കിൽ അവൻ വാചകത്താല, എന്നാൽ ആ വാചകം പറയലോട് കൂടെ തന്നെ തൊലാഖ് 3 സംഭവിക്കും. ഇത് തന്നെയാണ് നിയമം. ഈ വാചകം എന്ന് പറയുമ്പോൾ തൊലാഖ് എന്ന പദം വരണമെന്നാണോ, അതോ എനിക്ക് നിന്നെ വേണ്ട എന്ന് ഇയാൾ പറയുന്ന അതോടുകൂടി ത്വലാഖ് എന്ന പദം അല്ലെങ്കിൽ തസ്രീഹ് എന്ന പദം, അങ്ങനെ ഒരു 3-4 പദങ്ങൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ത്വലാഖ് എന്ന വാചകം അത് അറബി പദം. ആ അറബി പദം തന്നെയാകണമെന്നില്ല. ആ അറബി പദത്തിൻ്റെ നേരെ പരിഭാഷ വിവാഹമോചനം എന്നാണ്. നിന്നെ ഞാൻ 3 വട്ടം വിവാഹമോചനം നടത്തി എന്ന് പറഞ്ഞാൽ തന്നെ ത്വലാഖ് ചൊല്ലി എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ഈ 3 വട്ടം എന്നുള്ള പദം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. എന്നാൽ 1 വട്ടമേ ആവുകയുള്ളൂ. നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്നതുകൊണ്ട് അവൻ 1 വട്ടം എന്നാ ഉദ്ദേശിച്ചത്, എന്നാൽ 1 വട്ടേ ആവുകയുള്ളൂ. നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് തൻ്റെ ഭാര്യയുടെ പേരിൽ 3 ത്വലാഖ് ചൊല്ലാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെയും ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് നൽകിയ വലിയ ആനുകൂല്യങ്ങളെ അളവുകളുമാണ്. കാരണം ഒരു പക്ഷേ ദേഷ്യം വരുമ്പോൾ ഇത് ചൊല്ലി എന്ന് വെച്ചാൽ തന്നെ അത് വട്ടം പറയാതെ ഒറ്റവട്ടം എന്നുള്ള രൂപത്തിലെങ്കിലും ചൊല്ലി ആ ദേഷ്യം തീർക്കട്ടെ എന്ന, അതിൻ്റെയും അപ്പുറത്തേക്ക് മറികടന്ന് 3 എന്ന രൂപത്തിൽ തന്നെ ചൊല്ലിയാൽ പിന്നെ അവൻ്റെ തകരാർ മാത്രമാണത്. ശരീഅത്തിൻ്റെ നിയമപ്രകാരം ത്വലാഖ് ഇങ്ങനെ ഒറ്റയടിക്ക് ചെല്ലാനുള്ളതല്ല. വധൂവരന്മാർ ഒന്നിച്ചു പോകാൻ പ്രയാസമാകുന്ന നേരത്ത് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യാനുള്ളതാണ് വിവാഹമോചനം എന്നത്. ഇന്ന അബ്ഗളൽ ഹലാലി ഇൻദല്ലാഹി അത്വലാഖു. സംഗതി ഇത് അനുവദനീയമാണ്. ആ അനുവദനീയമായതിൽ നിന്ന് ഏറ്റവും
അള്ളാഹ്ക്ക് ദേഷ്യമുള്ളത് വിവാഹമോചനമാണ്, ത്വലാഖാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടു പേർക്കുമിടയിൽ കലഹങ്ങളോ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രശ്നങ്ങളോ ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ഉപദേശിച്ച് ശരിപ്പെടുത്താനുള്ള ശ്രമം നടത്തണം. അതിന് ഫലം കിട്ടുന്നില്ലെങ്കിൽ കുടുംബക്കാരിൽപ്പെട്ട ആളുകൾ രണ്ടുപേരും ഇറങ്ങി, രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഇറങ്ങി അതിന് പരിഹാരം കണ്ടെത്താൻ നോക്കണം. അതിനും കഴിയില്ല, ഇത് വേർപിരിയലാണ് ഖൈർ, ഗുണകരം എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു ത്വലാഖ് ചൊല്ലണം. ഇതാണ് ഇതിൻ്റെ നിയമം. പക്ഷേ നിയമത്തിന് വിരുദ്ധമായി ഇവരൊന്നും കൂട്ടാതെ, ഇങ്ങനെ ഒരു ചർച്ചകളൊന്നും നടത്താതെ അവളെ നിഷ്കരുണം അങ്ങനെ ത്വലാഖ് ചൊല്ലിയാൽ ത്വലാഖ് സംഭവിക്കും. ഏതുപോലെ ഒരു പിക്കറ്റിംഗ് നടത്തുന്ന, ധർണ നടത്തുന്ന, സമരം ചെയ്യുന്ന സമരക്കാർക്കെതിരെ പോലീസുകാർ വെടിവെക്കണമെങ്കിൽ അതിന് മുമ്പ് പല മുറകളും ചെയ്യേണ്ടതുണ്ട്, പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിൽ ലാത്തി വീശിയിട്ടോ, അല്ലെങ്കിൽ കണ്ണീർവാതകം പ്രയോഗിച്ചോ, അല്ലെങ്കിൽ ജലപീരങ്കി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ആകാശത്തേക്ക് വെടിവെച്ചോ, പല കാര്യങ്ങളും ചെയ്തിട്ട് വീണ്ടും അക്രമാസക്തമായി വരുമ്പോഴാണ് അവരുടെ അരക്ക് താഴെ വെടിവെക്കുക എന്നുള്ളത്. പക്ഷേ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ ഒരു പോലീസുകാരൻ അവരുടെ നെഞ്ചത്തേക്ക് അങ്ങ് വെടി ഉതിർത്താൽ നിയമവിരുദ്ധമാണ് വെടി. പക്ഷേ നിയമവിരുദ്ധമാണെന്ന് വിചാരിച്ച് ആ ആൾ മരിക്കാതിരിക്കുക ഇല്ല. നിയമവിരുദ്ധമാണെങ്കിലും അത് നടത്തിയതിൻ്റെ ഫലം മരണപ്പെടുക എന്നത് അവിടെ പ്രകടമാകുമല്ലോ. എന്നതുപോലെ ഇത് നിയമവിരുദ്ധമാണ്. പക്ഷേ ആ നിയമവിരുദ്ധമാണെങ്കിലും അതിൻ്റെ നത്തീജ, അതിൻ്റെ ഫലം ത്വലാഖ് സംഭവിക്കുക എന്നതാണ്. അതുണ്ടായിത്തീരും. അതിനാൽ ത്വലാഖ് എന്നത് കുട്ടിക്കളിയല്ല. നാക്കിൻ തുമ്പത്ത് ത്വലാഖിൻ്റെ വാചകവുമായി നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു അധികാരം തൻ്റെ പക്കലുണ്ട് എന്ന ചിന്തയെ നിങ്ങളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. കാരണം അത് നിങ്ങൾക്ക് മാത്രമുള്ള അധികാരമല്ല, അത് നിങ്ങൾ സ്വന്തമായി നടപ്പിലാക്കേണ്ട അധികാരമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥന്മാരും കുടുംബത്തിലെ പ്രധാനികളും ഒക്കെ കൂടി നടത്തി അവസാനം നിക്കക്കള്ളിയില്ലാത്ത അനിവാര്യമായൊരു ഘട്ടം എന്ന അവസ്ഥയിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ നാക്കുകൊണ്ട് അവരുടെ സമക്ഷത്തിൽ അത് പറയേണ്ടത്. എന്നല്ലാതെ ഏത് സമയത്തും എൻ്റെ നാക്കിൻ തുമ്പിൽ അത് വെച്ചുകൊണ്ട് നടക്കാനും അത് ഉപയോഗപ്പെടുത്താൻ ഏത് സന്ദർഭങ്ങളിലും എനിക്ക് പൂർണ്ണാധികാരമുണ്ട് എന്ന ധാരണ ഒരിക്കലും പാടില്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. നിയമത്തിൻ്റെ വശത്തിലൂടെ നോക്കിയാൽ ഇതിന് വളരെ അനിവാര്യ ഘട്ടങ്ങളിൽ അറ്റ് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ പുരുഷന്മാർക്കുണ്ടാകാൻ അനിവാര്യമാണ്. പക്ഷേ ഉസ്താദ് പറഞ്ഞതിൽ നിന്ന് പൊതുവെ പ്രേക്ഷകർക്കുണ്ടാകാവുന്ന ചെറിയൊരു സംശയം കൂടിയുണ്ട്. ഉസ്താദ് പറഞ്ഞു, മനസ്സിൽ ഇയാളെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും തലാഖ് സംഭവിക്കും. ഇനി ഒരാൾ വായ കൊണ്ട് പറയുകയാണ്, നിന്നെ ഞാൻ 3 ചൊല്ലി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കി, തലാഖ് ചൊല്ലിയെന്ന് തന്നെ ഇതാണല്ലോ ഒഴിവാക്കുക. നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് മനസ്സിൽ ഉദ്ദേശമില്ലാതെ പറഞ്ഞാലും തലാഖ് സംഭവിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന സംഭവം ഇപ്പം വളരെ സ്നേഹത്തോടെയും, അത് ദേഷ്യം ഉണ്ടാകണമെന്നൊന്നുമില്ല, വളരെ സ്നേഹത്തോടും സൗഹൃദത്തിലിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയല്ല, അത് സ്നേഹത്തിൻ്റെ വാക്കാണ്. എന്നതുപോലെ വളരെ സ്നേഹത്തിലിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി, ഒഴിവാക്കി എന്നതും ത്വലാഖ് ചൊല്ലി എന്നുള്ളത് രണ്ടാണ്. നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്ന ഈ ഗുരുതരമായ പ്രശ്നം വരുന്നത്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ത്വലാഖിന്റെ അറബി തന്നെ പറയണമെന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തറക്തുക്കൈ എന്നാണ്. തറക്തുക്കി എന്നാണ് ഒഴിവാക്കുക എന്നതിൻ്റെ നേരെ അറബി. തറക്തുക്കി എന്നത് കിനായിയായ പദമാണ്, ത്വലാഖിന്റെ സ്വരീഹായ പദം അല്ല. ത്വലാഖിന്റെ പദം എന്താണ്? ത്വലാഖിന്റെ പദം ത്വല്ലത്തുക്കി, നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലി. അതിന്റെ നേരെ പരിഭാഷ വിവാഹമോചനം നടത്തി എന്നാണ്. വിവാഹമോചനം നടത്തി എന്ന രൂപത്തിൽ പറഞ്ഞാൽ അത് നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്നത് പോലുള്ളൊരു വാക്കായി അതിനെ പരിഗണിക്കപ്പെടുകയില്ല. കുറച്ച് ഇതായിട്ടുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഉസ്താദിന്റെ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നില്ല. സാധാരണ രീതിയിലൊക്കെ പലരും നിന്നെ ഞാൻ ഒഴിവാക്കി, അല്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കും എന്നൊക്കെ പറയും. ഈ നിന്നെ ഞാൻ വിവാഹമോചനം നടത്തി എന്ന പദം പൊതുവെ എത്ര സ്നേഹം കൂടിയാലും എത്ര ദേഷ്യം വന്നാലും പൊതുവെ ഉപയോഗിക്കൽ കുറവാണ്. പിന്നെ നാവിൻ തുമ്പത്ത് ഈ പറഞ്ഞ സംഭവവുമായിട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. കാരണം ആവേശത്തിൽ അത് ഒഴിവാക്കുകയും പിന്നീട് തിരിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ടല്ലേ, വലിയ നിബന്ധനകൾ. പലപ്പോഴും തലാഖിന്റെ വാചകം ചൊല്ലി അബദ്ധത്തിൽപ്പെട്ട പല ആളുകളും അവിടെ ഫത്വ തേടി വരാറുണ്ട്. അത്തരം ആളുകളൊക്കെ വന്ന് ഫത്വ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ വാചകം അവരോട് കൃത്യമായി നാം എഴുതി വാങ്ങലാണ് പതിവ്. കാരണം ചില വാചകങ്ങൾ, ആ വാചകങ്ങൾ സ്വരീഹായ, അതിന് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ പദങ്ങളാകണമെന്നില്ല. അപ്പോൾ കിനായിയായ പദമായിരിക്കും അത്. ഒരുപക്ഷെ സാധാരണക്കാർ അതും ത്വലാഖിൻ്റെ വാചകമായിട്ടായിരിക്കും അവർ വിലയിരുത്തിയിട്ടുണ്ടാവുക. പക്ഷേ അത് ഇസ്ലാമിക വീക്ഷണപ്രകാരം ത്വലാഖിൻ്റെ സ്വരീഹായ പദമാകണമെന്നില്ല. അതൊരു ഭീഷണിക്ക് വേണ്ടി എന്ന രൂപത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ത്വലാഖ് ആകണമെന്നില്ല. അതിനാൽ ഉസ്താദുമാരെ പക്കൽ ത്വലാഖ് വിഷയത്തിൽ ഫത്വ തേടി വരുമ്പോൾ
പലപ്പോഴും ചെയ്യാറുള്ളത് അവർ പറഞ്ഞ വാചകം കൃത്യമായി അവർ ആവർത്തിച്ച് നമ്മുടെ മുന്നിൽ അവർ പറഞ്ഞു തരണം എന്നതാണ്. എന്നാലേ അതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റുകയുള്ളൂ. ചുരുക്കത്തിൽ ത്വലാഖ് എന്ന സംഗതിയെക്കുറിച്ച് അത് ഭീഷണിപ്പെടുത്താനോ എന്നാൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ പേടിപ്പെടുത്താനോ വേണ്ടിയുള്ള ഒരു മാർഗമായി ആരും കാണരുത്. കാരണം കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ആ വാചകത്തിൻ്റെ ലക്ഷ്യം എന്താണോ അത് ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്നത് ഭീഷണിപ്പെടുത്തലാണെങ്കിലും ത്വലാഖ് സംഭവിക്കും എന്നതാണ് ശറഇന്റെ നിയമം. അത് ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോടുകൂടെ മാത്രമേ നീങ്ങാൻ പാടുള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ല സൗഹൃദപരമായ ദാമ്പത്യ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.